ഇരുളടഞ്ഞ മേഖലകളിൽ പ്രകാശം ലഭിക്കാൻ, നമ്മുടെ പ്രയാസങ്ങൾക്ക് അറുതി വരുത്താൻ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാൻ മഹാന്മാർ പഠിപ്പിച്ച വലിയൊരു പ്രത്യേകതയുള്ള വലിയൊരു പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് നൂറ് എന്ന നാമമുള്ള, നൂറ് എന്ന മുത്തുനബി തങ്ങളുടെ വിശേഷണമുള്ള സ്വലാത്തുകൾ പതിവാക്കൽ. പ്രിയ ആമിന ബിക്കൊളിവായി അബ്ദുല്ലയോരിലഴകായി, പ്രിയ ആമിന ബിക്കൊളിവായി അബ്ദുല്ലയോരിലഴകായി, അർശും കുറുസും സന്തോഷമാലേ നടുങ്ങി. നൂറ് നൂറ് നൂറേ മുഹമ്മദ്, നൂറ് നൂറ് നൂറേ മുഹമ്മദ്. മഹാനായ അബൂ താലിബിൽ മക്കി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാരായ ഇമാമിയങ്ങൾ അവരിന്ന് പഠിപ്പിക്കുന്നതായി കാണാം, ഒരു ദിവസം 300 സ്വലാത്ത് ചൊല്ലൽ ഒരു മുഅ്മിനിൻ്റെ കടമയാണ് എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فقد قال الله سبحانه وتعالى في كلامه العزيز: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. وقال نبينا محمد صلى الله عليه وسلم: من صلى علي صلاة صلى الله عليه 10. صدق رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകളും വീഴ്ചകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ പരിശുദ്ധ സ്വർഗത്തിൽ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങളെയും ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു ഖൈറാത്തുകൾ ബറക്കാത്തുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും നിങ്ങളുടെയും എല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അല്ലാഹു നീക്കി നാഫിയായ ഇൽമ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുകയും അതുവഴി പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ മാലാഖമാരും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളും ചെയ്യണം എന്ന് മുഅ്മിനീങ്ങളെ വിളിച്ചുപദേശിച്ച, മുഅ്മിനീങ്ങളോട് കൽപ്പിച്ച ഒരു വലിയ അമലാണ് പരിശുദ്ധ സ്വലാത്ത്. ലോകൈക ഗുരുവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നിങ്ങൾ സ്വലാത്തു ചൊല്ലണം. അവിടുന്ന് റഹ്മത്തുൽ ലിൽ ആലമീനാണ്, മുത്തുനബി സർവ്വലോകങ്ങൾക്കും കാരുണ്യമാണ്. ആ കാരുണ്യത്തിൻ്റെ മേൽ നിങ്ങൾ സ്വലാത്തുകൾ അധികരിപ്പിക്കണം, സ്വലാത്തു ചൊല്ലണം. ഇത് നിങ്ങൾ മാത്രമല്ല, ഞങ്ങളും ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവും അവൻ്റെ മാലാഖമാരും സർവ്വസമയവും നബി തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലുന്നുണ്ട്, നിങ്ങളും ചൊല്ലണം എന്ന് മുഅ്മിനീങ്ങളോട് കൽപ്പിച്ച വലിയ മഹത്തായ അമൽ. ഈ ഒരു സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കലും സ്വലാത്ത് ജീവിതത്തിൻ്റെ ഒരു ഘട്ടമാക്കലും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു മുഖ്യ ഘടകമാക്കലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിവാജ്യമായ ഘടകമാണ്, ഏറ്റവും അഭിവാജ്യമായ ഘടകം. സ്വലാത്തുകളില്ലാത്ത ഒരു ദിവസം പോലും ഒരു മുഅ്മിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയിക്കൂടാ. പരിശുദ്ധ നിസ്കാരങ്ങൾ അല്ലാഹുവിന് നാളെ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന, എല്ലാ ആളുകളെയും ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണല്ലോ നിസ്കാരം. ഈ നിസ്കാരത്തിൽ പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലണം. അവിടുത്തെ സ്വലാത്തില്ലാതെ അത് പൂർണ്ണമാവുകയില്ല. എന്നാൽ ഏത് സ്വലാത്താണ് നമ്മൾ അധികരിപ്പിക്കേണ്ടത്, ഏത് സ്വലാത്താണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ഏറ്റവും പുണ്യമുള്ള, ഏറ്റവും പ്രതിഫലം കിട്ടുന്ന, ഏറ്റവും പ്രയോജനം ലഭിക്കുന്ന ഒരു ചെറിയ സ്വലാത്ത്, ഏറ്റവും ചെറിയ സ്വലാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വലാത്ത്, പക്ഷേ അതിൻ്റെ കൂലി അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത വളരെ വലുതാണ്. അങ്ങനെയുള്ളൊരു സ്വലാത്താണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അള്ളാഹു മനസ്സിലാക്കാനും അമല് ചെയ്യാനും തൗഫീഖ് നൽകുമാറാകട്ടെ. മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ ചൊല്ലിയിരുന്ന സ്വലാത്ത്, തൻ്റെ പിതാവാകുന്ന ലോകൈക ഗുരുവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ
ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ പതിവാക്കിയിരുന്നൊരു സ്വലാത്താണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്താണ് ആ സ്വലാത്തിൻ്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് നാമങ്ങളുണ്ട്. അള്ളാഹുവിന് 99 പരം നാമങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിച്ചവരാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ. അള്ളാഹുവിന് നല്ല നാമങ്ങളുണ്ട്, കുറേ നാമങ്ങളുണ്ട്, പേരുകളുണ്ട്. അർ റഹ്മാൻ, അർ റഹീം, അൽ മലിക്കു, അൽ ഖുദ്ദൂസു, അസ്സലാമു തുടങ്ങി ഒരുപാട് നാമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കുണ്ട്. ഫദ്ഉഹു ബിഹ, നിങ്ങൾ അത് പറഞ്ഞിട്ട് അള്ളാഹിനോട് ദുആ രക്കണം. ആ ദുആ അള്ളാഹു സ്വീകരിക്കും, ആ ദുആ അള്ളാഹു ഖബൂലാക്കും. എന്നാൽ ഇതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഒരുപാട് നാമങ്ങൾ ഉണ്ട്, ഒരുപാട് നാമങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ നോക്കിയാൽ യാ മുഹമ്മദു എന്ന് വിളിച്ച സ്ഥലം കാണാൻ പറ്റൂല. മറ്റു പ്രവാചകന്മാരെയൊക്കെ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ പ്രവാചകന്മാരെ, ഉലുൽ അസ്മുകളായ പ്രവാചകന്മാരെ അടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല യാ മൂസ, ല്ലേ, യാ ഇബ്രാഹിം, യാ നൂഹു, യാ ഈസ, യാ ഹൂദു, യാ സാലിഹു, യാ ലൂത്തു, ഇങ്ങനെ എന്ത് ചെയ്തു? എല്ലാവരുടെയും പേരെടുത്തിട്ടാണ് അള്ളാഹു വിളിച്ചത്. പക്ഷേ ഒരു സ്ഥലത്ത് പോലും യാ മുഹമ്മദ് എന്ന പേര് എടുത്തു വിളിച്ചതായിട്ട്, അല്ലയോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിച്ചതായി കാണാൻ പറ്റൂല. അവിടുത്തെ പിന്നെ വിളിച്ചത് എങ്ങനെയാണ്? നബിതങ്ങൾക്ക് ഇറക്കിയ പരിശുദ്ധ ഖുർആനിൽ നബിതങ്ങളെ അഭിസംബോധന ചെയ്ത് എങ്ങനെയാണ്? യാസീൻ, ത്വാഹ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനങ്ങളെ സൂചിപ്പിക്കുന്ന, അവിടുത്തെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന നാമങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിരുന്നത്. ഒരുപാട് നാമങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പരതിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ആ കൂട്ടത്തിൽപ്പെട്ട നബി തങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഒരു നാമമാണ് നൂറുൻ. നബി തങ്ങൾ പ്രകാശമാണ്, നൂറാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ നൂറ് എന്ന നബി തങ്ങളുടെ നാമം വരുന്ന സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ, നൂറ് എന്ന പദം വരുന്ന, നബിതങ്ങളെ വിശേഷിപ്പിക്കുന്ന നൂറ് എന്ന പദം വരുന്ന സ്വലാത്തുകൾ, ഏത് സ്വലാത്തായിക്കൊള്ളട്ടെ, നൂറ് എന്ന പദമുള്ള സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലുള്ള ഇരുളടഞ്ഞ സമയങ്ങൾ, ഇരുള് മൂടിയ സമയങ്ങൾ അവന് നീങ്ങിക്കിട്ടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം. ഇരുള് മൂടിയ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, നമ്മൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുണ്ട്. നമ്മളുടെ ജീവിതത്തിൻ്റെ ഇടനാഴികൾ, പല നമ്മുടെ ജോലി മേഖലകൾ, പഠന മേഖലകൾ, ഇതുപോലെ നമുക്ക് പ്രയാസം വരുന്ന ഒരുപാട് സംഗതികൾ നമ്മളിൽ നിന്നിങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിലൂടെ കടന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഇരുളടഞ്ഞ മേഖലകളിൽ പ്രകാശം ലഭിക്കാൻ, നമ്മുടെ പ്രയാസങ്ങൾക്ക് അറുതി വരുത്താൻ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാൻ മഹാന്മാർ പഠിപ്പിച്ച വലിയൊരു പ്രത്യേകതയുള്ള, വലിയൊരു പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് നൂറ് എന്ന നാമമുള്ള, നൂറ് എന്ന മുത്തുനബി തങ്ങളുടെ വിശേഷണമുള്ള സ്വലാത്തുകൾ പതിവാക്കൽ. അതിൽ ഏറ്റവും ചെറിയ സ്വലാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട സ്വലാത്താണ് മഹദി ഫാത്തിമ ബീവി പഠിപ്പിച്ച സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി. അല്ലാഹുമ്മ, എത്ര സിമ്പിളാണെന്ന് നോക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം കൂടെ. അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലി. ഏറ്റവും ചെറിയ സ്വലാത്ത്, പറയാനും എളുപ്പം, പഠിക്കാനും എളുപ്പം, പതിവാക്കാനും എളുപ്പം. മഹാനായ അബൂ താലിബിൽ മക്കി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാരായ ഇമാമിയങ്ങൾ അവരിന്ന് പഠിപ്പിക്കുന്നതായി കാണാം. ഒരു ദിവസം 300 സ്വലാത്ത് ചൊല്ലൽ ഒരു മുഅ്മിനിൻ്റെ കടമയാണ് എന്ന്. 300 പോയിട്ട് ഒരു 30 എണ്ണമെങ്കിലും ഒരു ദിവസം ചൊല്ലാൻ നമ്മൾക്ക് സമയം കണ്ടെത്തിയാൽ വലിയ പ്രതിഫലമാണതിന്. 300 എണ്ണം ഒരു മുഅ്മിനായ മനുഷ്യൻ ചൊല്ലിയിരിക്കണം എന്ന് മഹാനായ അബൂ താലിബിൽ മക്കിയെ പോലെയുള്ള റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാർ പഠിപ്പിക്കുന്നു. 500 എണ്ണം ചെല്ലണം എന്ന് പറഞ്ഞ മഹാന്മാരും ഉണ്ട്. അള്ളാഹു പതിവാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. കുറഞ്ഞ സമയം കൊണ്ട് 300 സ്വലാത്ത് തികയ്ക്കാൻ ഇതുപോലെയുള്ള ചെറിയ സ്വലാത്തുകൾ, അതും വലിയ പ്രതിഫലമുള്ള അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? കുറഞ്ഞ സമയം കൊണ്ട് തന്നെ 300, 500, 1000 ഒക്കെ ചൊല്ലി തീർക്കാൻ പറ്റുന്ന ചെറിയ സ്വലാത്ത് വലിയ പുണ്യമുള്ള സ്വലാത്ത്. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി, നീ ഗുണം ചെയ്യണം, നീ ഗുണം ചെയ്യണം. ആർക്ക്? അലന്നൂരി, പ്രകാശമാകുന്ന നേതാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, നൂറാകുന്ന നബി തങ്ങൾക്ക്, താജ്ദാരേ മദീന, കിരീടം വെക്കാത്ത രാജാവ് മദീനയുടെ,
സർവസിംഹാസനങ്ങളെക്കാളും വലിയ സിംഹാസനത്തിൽ അള്ളാഹുവിൻ്റെ സവിധത്തിൽ ഉപവിഷ്ടരായ നേതാവ്, ഒരു പ്രവാചകനും ലഭിക്കാത്ത, ഒരു നേതാവിനും ലഭിക്കാത്ത, ഒരു ധനാഢ്യനും ലഭിക്കാത്ത, ഒരു പ്രതാപശാലിക്കും ലഭിക്കാത്തത്ര മഹത്വം ലഭിച്ച ലോകത്ത് വന്നിട്ടുള്ള പ്രവാചകന്മാരിൽ മനുഷ്യകുലത്തിൽ ഇതുപോലെ ഒരു സൃഷ്ടിപ്പ്, ഇതുപോലെ ഒരു പടപ്പ്, ഇതുപോലെ ഒരു സ്വഭാവ ഗുണമുള്ള, ഇതുപോലെ ഒരു വിശേഷണമുള്ള, ഇതുപോലെ ഒരു മഹത്വമുള്ള വേറൊരു മനുഷ്യനോ ജിന്നുകളോ, എന്തിനേറെ പറയണം അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ വേറൊരു മഹ്ലൂക്കും മുത്തുനബി തങ്ങളെപ്പോലെ അള്ളാഹു പടച്ചിട്ടില്ല. സർവ്വതും പടയ്ക്കുവാൻ കാരണക്കാരായ നേതാവാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ പ്രവാചകർ നൂറാണ്, പ്രകാശമാണ്. കാരണം ആ നൂറിൽ നിന്നാണ് സർവ്വതും അള്ളാഹു പടച്ചത്, സർവ്വ പ്രകാശങ്ങളെയും അള്ളാഹു പടച്ചത്. കത്തിജ്വലിക്കുന്ന സൂര്യനെയും പടച്ചത് ആ നൂറിൽ നിന്നാണ്. 14-ാം രാവിൽ തിളങ്ങി നിൽക്കുന്ന, നമ്മുടെ കണ്ണിന് മനോഹാരിത നൽകുന്ന ആ പൗർണമിയെയും പടച്ചത് മുത്തുനബി തങ്ങളുടെ നൂറിൽ നിന്നാണ്. കോടാനുകോടി വരുന്ന നക്ഷത്ര താരകങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചുണ്ടാക്കിയത്, അവിടുത്തേക്ക് പ്രകാശങ്ങൾ നൽകിയത് ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിൽ നിന്നാണ്. ആ നൂറാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അല്ലാഹു കടത്തിവിട്ടത്. സർവ്വപ്രവാചകന്മാരുടെ മുതുകിലൂടെയും സാലിഹീങ്ങളുടെ മുതുകിലൂടെയും അത് കടന്നു വന്ന് മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആകുന്ന പുന്നാര നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ, ആ ഉപ്പയുടെ ലേക്ക് എത്തുകയും അവിടെ നിന്നും മഹദിയായ തൻ്റെ ഉമ്മ മുത്തുനബി തങ്ങളുടെ പ്രിയ മാതാവ് ആമിന റളിയല്ലാഹു അൻഹ, എത്ര ഭാഗ്യം ചെയ്ത ഉമ്മയും ഉപ്പയുമാണ്, എത്ര ഭാഗ്യം ചെയ്ത ദമ്പതികളാണ്. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തെരുമാറാകട്ടെ. ആ മുത്തുനബി തങ്ങളുടെ പ്രകാശം ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ച മുതുകുള്ള ആൾ, ആ മുത്തുനബി തങ്ങളുടെ പ്രകാശം ഏറ്റുവാങ്ങാൻ, അവിടുത്തെ ഗർഭം ചുമക്കാൻ, അവിടുത്തെ ചുമന്ന് നടക്കാൻ ഭാഗ്യം ലഭിച്ച അധരമുള്ള വനിത, അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തെരുമാറാകട്ടെ. ആ പ്രകാശം ആ ഉദരത്തിലേക്ക് കടന്നു വന്നു. അവിടെ നിന്നാണ് ഈ ലോകത്തേക്ക് ആ നൂറ് വന്നത്. ആദി പിതാവാദമുന്നബി തീനത്തില്ലാഹ് ചേർത്തു നൂറൊളി, ആദരങ്ങളാൽ തിരുജ്യോതി, ആദം മുതുകിൽ ഭൂമിയുമേറി, പിന്നൂഹ് വ ഇബ്രാഹീമാൽ ശ്രേണി തുടർന്നു, സർവംബിയാക്കളിൽ തിരുക്കണം പടർന്നു. പിന്നൂഹ് വ ഇബ്രാഹീമാൽ ശ്രേണി തുടർന്നു, സർവംബിയാക്കളിൽ തിരുക്കണം പടർന്നു. പ്രിയ ആമിന ബിക്കൊളിവായി അബ്ദുല്ലയോരിലഴകായി, പ്രിയ ആമിന ബിക്കൊളിവായി അബ്ദുല്ലയോരിലഴകായി, അർശും കുറുസും സന്തോഷമാലേ നടുങ്ങി. നൂറ് നൂറ് നൂറേ മുഹമ്മദ്, നൂറ് നൂറ് നൂറേ മുഹമ്മദ്. ആ പുന്നാര നബി തങ്ങളുടെ നൂറ്, ആ നൂറ് സർവ്വ അമ്പിയാക്കളെയും കടന്ന് മഹദിയായ ആമിന ബീവി അബ്ദുല്ല ദമ്പതികളിലൂടെ ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിച്ചതാണ്. അപ്പോൾ ആ നൂറ് കൊണ്ടുള്ള സ്വലാത്തുകൾ ഒരാൾ പതിവാക്കിയാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള ഇരുളുകൾ, പ്രയാസങ്ങൾ നീങ്ങാൻ അത് കാരണമാകും. അതിൽപ്പെട്ട ഏറ്റവും ചെറിയ സ്വലാത്ത് നമ്മൾ പതിവാക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, ആ നൂറാകുന്ന നേതാവിൻ്റെ മേൽ, ആ നൂറാകുന്ന ഹബീബിൻ്റെ മേൽ നീ ഗുണങ്ങൾ ചെയ്തു കൊടുക്കണേ. വ അഹ്ലിഹി, അവിടുത്തെ കുടുംബത്തിൻ്റെ മേൽ, ഭാര്യമാരുടെ മേൽ, മക്കളുടെ മേൽ, തലമുറയാകുന്ന സന്താന പരമ്പരയുടെ മേൽ നീ റഹ്മത്ത് ചെയ്യണം, നീ സ്വലാത്തു ചൊല്ലണമെന്ന ഈ ഒരു ചെറിയ സ്വലാത്ത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും. നിങ്ങളൊന്ന് ചെയ്തു നോക്കണം, നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്തു തരുമാറാകട്ടെ. ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ വെറുതെ കേട്ടങ്ങ് പോയാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നമ്മൾ ശ്രമിക്കണം. ചെറിയ സ്വലാത്താണ്, കുറഞ്ഞ സമയം മതി ഒരു 100 സ്വലാത്തെങ്കിലും ചെല്ലാൻ.
പറ്റുന്ന ആളുകളൊക്കെ 300 എണ്ണം മുടങ്ങാതെ ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി. പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും. അല്ലാഹു നിലനിർത്താനും ജീവിതത്തിൽ അമൽ ചെയ്യാനും പ്രാവർത്തികമാക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വന്നുപോയ അപാകതകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ഈ പരിശുദ്ധ റബീഉൽ അവ്വലിൽ അല്ലാഹു പുന്നാര നബി തങ്ങളുടെ ദർബാറിലേക്ക് ഒരുപാട് സ്വലാത്തുകൾ നമുക്ക് എത്തിക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അവിടുത്തെ പൊരുത്തം ലഭിക്കുന്ന ഉമ്മത്തികളിൽ അല്ലാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങളെയും, പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹ്. ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങളിലേക്ക് ലഭിക്കാൻ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യണം. അതിനടുത്തുള്ള ബെല്ലൈക്കണൂടെ നിങ്ങൾ അനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ, പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ അത് സഹായകരമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ ഇൽമ് പ്രചരിപ്പിച്ചവരിലും അത് പഠിപ്പിച്ചവരിലും പഠിച്ചവരിലും ഒക്കെ അല്ലാഹു നമ്മെ ചേർത്ത് നാളെ സുഖലോക സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.